നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ഭയാനകമാണ് ചില കാര്യങ്ങളിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈന്ദവ വിശ്വാസങ്ങളെ പോലും വികൃതമാക്കിക്കൊണ്ട് അനാവശ്യമായ ഹൈന്ദവ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭരണകൂടം നൽകുന്ന പിന്തുണയാണ്. രാജ്യത്ത് 100% നമുക്ക് പറയാൻ കഴിയും, നരേന്ദ്രമോദിയുടെ BJP സർക്കാർ തകർച്ചയുടെ പാതയിലാണ്. എല്ലാ മേഖലകളിലും അരക്ഷിതാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ തീവ്രമായ ചില മതവികാരങ്ങൾ പറയേണ്ടി വരും. അതിൻ്റെ ഭാഗമാണ് ഗംഗാനദി കടക്കുമ്പോൾ ബോട്ടിലിരുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചവരെ ജയിലിലടച്ച സംഭവം. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞ് കൂടുതൽ മതപരമായ ചർച്ചകളൊന്നും വേണ്ട എന്നുദ്ദേശം വെച്ചിട്ടാണ് ഇതുവരെ ഞങ്ങൾ ആ വാർത്ത നൽകാതിരുന്നത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ഗംഗാനദിയിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇഫ്താർ സമയത്ത് ചിക്കൻ ബിരിയാണി കഴിച്ചതിൻ്റെ പേരിൽ മുസ്ലിം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഉജ്വൽ ബുയാൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഗംഗയിൽ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ചിക്കൻ കഴിക്കുന്നത് വിലക്കുന്ന ഒരു നിയമവും നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ആ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഉറപ്പിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ന്യായാധിപൻ. ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് കുറ്റകരമല്ല എന്നും അതിനായി യുവാക്കളെ 3 മാസം ജയിലിൽ കഴിയേണ്ടി വന്നത് ആശങ്കാജനകമാണെന്നും ഒരു ജസ്റ്റിസ് പറഞ്ഞത് ഈ രാജ്യത്തെ ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന ഭീതിയെ തുറന്നു കാട്ടിക്കൊണ്ടാണ്. സമാധാനപരമായ പ്രതിഷേധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണ അഭിപ്രായ പ്രകടനങ്ങളെയും പ്രതിഷേധങ്ങളെയും ക്രിമിനൽ കുറ്റമായി കാണുന്ന ഈ പ്രവണത രാജ്യത്തിനാപത്തായി വർദ്ധിക്കുന്നതായി അദ്ദേഹം തുറന്നടിച്ചു. പരിസ്ഥിതി വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്നവരെ കുറ്റവാളികളെ പോലെ പിന്തുടരുന്നു. ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇവർക്ക് 40 ദിവസത്തേക്ക് ജാമ്യം പോലും ലഭിക്കാത്ത സാഹചര്യമാണെന്നും ജസ്റ്റിസ് തുറന്നടിക്കുകയാണ്. ഇത്തരം പല കേസുകളിലും കോടതികൾ ജാമ്യം അനുവദിക്കുന്നുണ്ട്. പക്ഷേ അത് ഏറെ വൈകിയാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഇവിടെ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ജാമ്യം അനുവദിക്കുമ്പോൾ പ്രതികളെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടുന്നതിന് വരെ വിലക്കുകയാണ്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്നും കേസുകൾ പലതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ജസ്റ്റിസ് വ്യക്തമാക്കുകയാണ്. അതായത് കഴിഞ്ഞ മാർച്ച് 14 റംസാൻ മാസത്തിൽ ഗംഗാനദിയിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇഫ്താർ വിരുന്ന് നടത്തിയതിന് യുവാക്കളെ UP പോലീസ് അറസ്റ്റ് ചെയ്തത്. മതവികാരം വ്രണപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു അറസ്റ്റ്. നമ്മുടെ രാജ്യത്ത് നിരോധനമില്ലാത്ത ഒരു ഭക്ഷണം, അത് കഴിക്കാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലം, അവിടെ നിന്ന് കഴിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് ചോദിച്ചാൽ അത് ആ സർക്കാരും പോലീസും തല താഴ്ത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ രാജ്യത്തിൻ്റെ നിയമത്തിനും പൗരാവകാശത്തിനും എതിരായി ഒരു സർക്കാർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജനാധിപത്യമല്ല, അത് ഏകാധിപത്യമാണ്. അങ്ങനെയുള്ള ഭരണം ഈ രാജ്യത്ത് അവസാനിപ്പിക്കേണ്ടതാണ്. UPയുടെ ഭരണാധികാരിയും പോലീസുമാണ് ഇത് ചെയ്തതെങ്കിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയാണ് ഈ അറസ്റ്റ് നടത്തിയത് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതേ UPയിലെ അയോധ്യയിലെ കാണിക്കപ്പണം മുഴുവൻ മോഷ്ടിക്കുന്ന ആ സംഘപരിവാറിൻ്റെ പിന്തുണയുള്ള അമ്പലക്കള്ളന്മാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. ഏതായാലും രാജ്യത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച് പൗരൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സർക്കാരും കൂടുതൽ വാണിട്ടില്ല എന്നുള്ള ചരിത്ര സത്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്.